ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമുക്കറിയാം മഹീന്ദ്രയുടെ ഒരു വാഹനത്തിൻ്റെ മേജർ ലോഞ്ച് ഒരു വർഷം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ ലോഞ്ചിന് തൊട്ട് മുന്നേ ആയിട്ട് തന്നെ ഇഷ്ടം പോലെ ലീക്ക് നമുക്ക് കിട്ടും. ഇപ്പോൾ ഈ വർഷം ഇറങ്ങാൻ പോകുന്ന അവരുടെ ഒരു മേജർ ലോഞ്ചാണ് താർ റോക്സ് എന്ന് പറഞ്ഞ താറിൻ്റെ 5 ഡോർ വേർഷൻ. ഈ വാഹനത്തിൻ്റെ പല ലീക്സ് നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്, അവരുടെ ഒഫീഷ്യൽ ടീസേഴ്സ് കണ്ടിട്ടുണ്ട്. അതുവഴി നമുക്ക് ഈ വാഹനത്തിനകത്ത് വരുന്ന ഫീച്ചേഴ്സ്, ഇതിൻ്റെ കുറച്ചുകൂടെ പ്രീമിയം ആയിട്ടുള്ള ഇൻറ്റീരിയേഴ്സ്, അങ്ങനത്തെ സംഭവങ്ങളെല്ലാം തന്നെ കാണാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ എന്നാൽ ഇതുവരെ നമുക്ക് അറിയാത്തത് ഇതിൻ്റെ മെക്കാനിക്കൽ ആസ്പെക്ട്സ് ആയിരുന്നു. ഈ വാഹനത്തിൽ എന്തൊക്കെയാണ് ടെക്നിക്കലായിട്ട് വരുന്ന ഫീച്ചേഴ്സ്, എഞ്ചിൻ്റെ പവർ ട്രെയിൻ എന്തൊക്കെയാണ്, അതായത് എഞ്ചിൻ ഓപ്ഷൻസ് സെയിം ആണെങ്കിലും എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്ത് പവർ ഓപ്ഷൻസ് നമുക്ക് വരുന്നത്, ടോർക്ക് എത്രയാണ്, പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് മെക്കാനിക്കലി വരുന്ന ഫീച്ചേഴ്സ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ലീക്കായി വന്നിരിക്കുന്നത്. ഈവൻ ഇതിൻ്റെ വാട്ടർ റൈഡിങ് കപ്പാസിറ്റി, നമ്മുടെ അപ്രോച്ച് ഡിപ്പാർച്ചർ ആംഗിൾ, അങ്ങനത്തെ സാധനങ്ങളും ഇപ്പോൾ ലീക്കായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നതും ഇങ്ങനത്തെ സംഭവങ്ങൾ തന്നെയാണ്. കാരണം ഇത് നമുക്കിപ്പോഴും അറിയില്ല. ഇനിയിപ്പം പറഞ്ഞു വരുമ്പം അധികം സമയമൊന്നുമില്ല. താറിൻ്റെ പുതിയ മോഡലിൻ്റെ ലോഞ്ചിനായിട്ട് ഓഗസ്റ്റ് 15-നാണ് അവർ ഈ വാഹനം ലോഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ 2020 താർ ആദ്യം വന്ന പോലെ. എന്തായാലും അതിന് മുന്നേ ആയിട്ട് തന്നെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കാണാം. നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഈ വാഹനത്തിൻ്റെ അപ്രോച്ച് ആംഗിൾ, ഡിപ്പാർച്ചർ ആംഗിൾ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെച്ച് തുടങ്ങാം. ഈ വാഹനത്തിൻ്റെ അപ്രോച്ച് ആംഗിൾ വരുന്നത് 41.3 ഡിഗ്രീസ് ആണ്. ഡിപ്പാർച്ചർ ആംഗിൾ 36.1 ഡിഗ്രീസ് ആണ്. റാമ്പ് ഓവർ ആംഗിൾ, അതായത് ബ്രേക്ക് ഓവർ ആംഗിൾ 23.6 ഡിഗ്രീസ് ആണ് വരുന്നത്. അത് പൊതുവേ ഈ 5 ഡോർ വാഹനങ്ങൾ, അതായത് നമ്മുടെ ലോങ് വീൽ ബേസ് വണ്ടികൾക്ക് ഒരിത്തിരി മോശമായിരിക്കും. അതുകൊണ്ട് ബ്രേക്ക് ഓവർ ആംഗിൾ നിങ്ങൾക്ക് നന്നായിട്ട് വേണം എന്നുണ്ടെങ്കിൽ താറിൻ്റെ 3 ഡോർ മോഡലാണ് നല്ലത്. കാരണം നമുക്ക് അതിനകത്ത് വീൽ ബേസ് കുറവാണ്. അപ്പോൾ പിന്നെ നടു തട്ടാനുള്ള ചാൻസ് കുറവായിരിക്കും. നമ്മൾ എന്തെങ്കിലും കുത്തനെ നിൽക്കുന്ന സ്റ്റീപ്പായിട്ടുള്ള നമുക്ക് എന്നാൽ അതിൻ്റെ മുകളിൽ കൂടെ കയറി പോകേണ്ട ഒബ്സ്റ്റക്കിളൊക്കെ വരികയാണെങ്കിൽ. പിന്നെ വാട്ടർ റൈഡിങ് കപ്പാസിറ്റി 650 mm ആണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം ഇംപ്രസീവ് ആണ്. പിന്നെ നമുക്ക് 3 ഡോർ താർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിനകത്ത് എല്ലാ വീൽസിലും ഡിസ്ക് ബ്രേക്സ് അവർ കൊടുത്തിട്ടുണ്ട്. ഓൾ 4 ഡിസ്ക് ബ്രേക്സ് അവൈലബിൾ ആണ്. മറ്റേ ഫ്രണ്ടിൽ മാത്രമേ ഡിസ്ക് ബ്രേക്സ് ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ റൂഫും അവർ മെറ്റാലിക് ഹാർഡ് റൂഫായിട്ടാണ് പറയുന്നത്. നമുക്ക് താറിനകത്ത് ഫൈബർ ടോപ്പ് ആയിരുന്നു റൂഫ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ അകത്ത് സൺ റൂഫ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും വെക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷേ ഈ വണ്ടിയിൽ മെറ്റാലിക് റൂഫ് വരുന്നതുകൊണ്ട് തന്നെ സൺ റൂഫ് വയ്ക്കാം. അതുപോലെ തന്നെ റൂഫിൽ അവർ സ്പീക്കേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് പണ്ടും ഉണ്ടായിരുന്നു. പക്ഷേ എന്തായാലും ഇപ്രാവശ്യം നമുക്കിതിൻ്റെ അകത്ത് റോൾ കേജ് ഒന്നും അവൈലബിൾ അല്ല. അതിപ്പം 3 ഡോർ മോഡൽ ഉണ്ടായിരുന്നുവെങ്കിലും അതിൻ്റെ അകത്ത് കൺവേർട്ടബിൾ അങ്ങനെ ഓപ്ഷൻസ് ഒക്കെ അവർ കൊടുത്തിരുന്നു. ഇതിൻ്റെ അകത്ത് കൺവേർട്ടബിൾ വരും എന്നും ഇപ്പോഴത്തെ സാഹചര്യങ്ങളൊക്കെ വെച്ച് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് ഹൈ സ്ട്രെങ്ത് സ്റ്റീൽ കൂടുതൽ ഉപയോഗിച്ചായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ പ്ലാറ്റ്ഫോം ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തതായിട്ട് പറയുന്നുണ്ട്. പുതിയ 4G പ്ലാറ്റ്ഫോമാണ് ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് സ്കോർപിയോനിലാണ് 2022 മഹീന്ദ്ര ആദ്യമായിട്ട് 3G പ്ലാറ്റ്ഫോം കൊണ്ടുവന്നത്. അതിൻ്റെ തന്നെ ബെറ്റർ ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. 40 kg ലൈറ്ററാണ് നമ്മൾ സ്കോർപിയോൻ്റെ പ്ലാറ്റ്ഫോം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ അക്കാര്യത്തിലൊക്കെ ചെറിയ രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് അവർ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയാം. ഇതൊന്നും അല്ലാണ്ട് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന കുറച്ച് പുതിയ ഫീച്ചേഴ്സ് ഞാൻ പറയാം. ഇൻ്റലി ടേൺ അസിസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവം വന്നിട്ടുണ്ട്. അതായത് നമുക്ക് ടൈറ്റ് ആയിട്ടുള്ള ടേൺസ് ഒക്കെ എടുക്കണമെങ്കിൽ ഇതിൻ്റെ ഇന്നർ വീല് ലോക്ക് ചെയ്തിട്ട് നമ്മളിപ്പോൾ മാക്സിമം 15 km/h താഴെയാണ് പോകുന്നതെങ്കിൽ ഈ വണ്ടിക്ക് അങ്ങനെ തിരിയാൻ പറ്റും. അതായത് നമ്മളിപ്പോൾ ലെഫ്റ്റിലോട്ടാണ് തിരിയുന്നത് എന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിലത്തെ ബാക്കിലത്തെ വീൽ ഇത് ലോക്ക് ചെയ്ത് വെക്കും. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ടേൺസ് എടുക്കാൻ പറ്റും. അത് പക്ഷേ സ്ലോ സ്പീഡിലാണ് കേട്ടോ, ഹൈ സ്പീഡിൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് വരുന്ന CSA എന്ന് പറഞ്ഞ ഒരു ക്രോൾ സ്മാർട്ട് അസിസ്റ്റ് ഫീച്ചറാണ്. സംഭവം വേറൊന്നുമല്ല, നമുക്കിപ്പം വാഹനം താനെ ക്രോൾ ചെയ്ത് പോകണം എന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പം ഡീസൽ വണ്ടികളൊക്കെ ആണെങ്കിൽ നമുക്ക് പൊതുവേ ക്ലച്ചിൽ തന്നെ വണ്ടി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ വണ്ടി ഓഫ് ആകുന്നില്ല, നല്ല ടോർക്ക് ഉള്ളതുകൊണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് നമുക്ക് 2.5 to 30 km/h വരെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഓൾമോസ്റ്റ് ക്രൂസ് കൺട്രോൾ പോലെ തന്നെയാണ്. പക്ഷേ ഓഫ് റോഡ് ക്രൂസ് കൺട്രോൾ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. സാധാരണ ക്രൂസ് കൺട്രോളിന് ലിമിറ്റ് ഉണ്ടല്ലോ, 30-40 അതിന് താഴെ വർക്ക് ചെയ്യണമെന്നില്ല. പക്ഷേ ഇത് നമുക്ക് 2.5 മുതൽ, അതായത് അത്രയും ലോ സ്പീഡ് മുതൽ തന്നെ നമുക്ക് ഇതിനകത്ത് ഈ പറയുന്ന ക്രോളിംഗ് ഫീച്ചർ സെറ്റ് ചെയ്യാൻ പറ്റും. നല്ലൊരു ഫീച്ചറാണ്. പ്രത്യേകിച്ച് നിങ്ങൾ ഓഫ് റോഡിനൊക്കെ പോവുകയാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ജസ്റ്റ് ആ ഒരു ക്രോൾ മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് വെറുതെ ഇരിക്കാം. ഇനി എഞ്ചിൻ ഓപ്ഷൻസിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് അവർ കാണിച്ചിരിക്കുന്ന എൻട്രി ലെവൽ, ഹയർ സ്പെക്ക് എന്ന് പറഞ്ഞാൽ 2 ഓപ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിലിപ്പം ആക്ച്വലി 1.5 ടർബോ ഡീസലിൻ്റെ കാര്യം പ്രത്യേകിച്ചൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. അതുപോലെ നമുക്ക് അങ്ങനെ എഞ്ചിൻ ഓപ്ഷൻസ് ഏതൊക്കെയാണ് എന്നും ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷേ എന്തായാലും മഹീന്ദ്ര അവരുടെ പ്രീമിയം വാഹനങ്ങളിൽ പൊതുവെ കൊടുക്കാറുള്ളത് 2.2 ഡീസലും 2 ലിറ്റർ ഇൻസ്റ്റാലിൻ പെട്രോളുമാണ്. അതുകൊണ്ട് തീർച്ചയായും ആ 2 എഞ്ചിൻസ് ഇതിനകത്ത് കിട്ടും എന്ന് നമുക്കറിയാം. 1.5 ഡീസലിൻ്റെ കാര്യം ഓൾമോസ്റ്റ് കൺഫേംഡ് ആണ്. കാരണം അവരിതിനു മുമ്പ് ടെസ്റ്റ് ചെയ്തൊരു വണ്ടിക്കകത്ത് റിയർ വീൽ ഡ്രൈവ് എന്ന് പറഞ്ഞ് സ്റ്റിക്കറിലായിരുന്നെങ്കിലും അതിൻ്റെ അകത്ത് 4 വീൽ ഡ്രൈവിൻ്റെ ഓപ്ഷൻ ഇല്ലായിരുന്നു, അതായത് ലിവർ ഇല്ലായിരുന്നു. ബൈ ദ ബൈ അത് പറഞ്ഞപ്പോഴാണ് ഈ വാഹനത്തിൽ ഇപ്പോഴും ഷിഫ്റ്റ് ബൈ വയർ ടെക്നോളജി വന്നിട്ടില്ല. നമ്മൾ സ്കോർപിയോനിലൊക്കെ കണ്ട പോലെ ഇപ്പോഴും 3 ഡോർ താറിൽ ഉണ്ടായിരുന്ന പോലെ നമ്മൾ ആ 4 വീൽ ഡ്രൈവ്, ഹൈ, ലോ അങ്ങനെയൊക്കെ പറയുന്ന ആ ലിവർ വെച്ച് തന്നെ കൺട്രോൾ ചെയ്യണം. അത് വേണമെങ്കിൽ അവർക്ക് സ്കോർപിയോൻ പോലെ കൊടുക്കായിരുന്നു. ബട്ട് സ്റ്റിൽ ഓക്കെയാണ്, ഓഫ് റോഡ് വണ്ടി ആണല്ലോ, അപ്പോൾ പിന്നെ അത് കുഴപ്പമില്ല. പക്ഷേ അതല്ലാണ്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മഡ്, സ്നോ, റോക്ക് അങ്ങനെ കുറേ ഡിഫറൻ്റ് ആയിട്ടുള്ള ഡ്രൈവ് മോഡ്സ് വരുന്നുണ്ട് നമ്മുടെ ട്രാക്ഷൻ കൺട്രോൾ സിസ്റ്റത്തിനെ ഓൾട്ടർ ചെയ്യാനായിട്ട്.
പിന്നെ നേരത്തെ പ്ലാറ്റ്ഫോമിൻ്റെ കേസ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, സ്കോർപ്പിയനിൻ്റെ തന്നെ ഒരു അഡ്വാൻസ്ഡ് പ്ലാറ്റ്ഫോമിലാണ് ഇത് വരുന്നതെന്ന്. ഈ പ്ലാറ്റ്ഫോമിന് 3 ഡോർ ഥാറുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ലാഡർ ഫ്രെയിം ഷാസിയിലാണ് വരുന്നത്. പിന്നെ സ്കോർപ്പിയൻ ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ വാഹനത്തിനകത്ത് അതിൽ വരുന്ന ഒരു ബാക്കിൽ ഫ്രീക്വൻസി സെലക്റ്റഡ് ഡാമ്പേഴ്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അവൈലബിൾ ആണ്. അത് നമ്മൾ XUV700 മുതൽ കണ്ടുവരുന്ന ഒരു സംഭവമാണ്. പിന്നെ ഇനി എഞ്ചിൻ്റെ സ്പെസിഫിക്കേഷൻസിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ആദ്യം ഡീസലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഡീസലിൻ്റെ ലോവർ സ്റ്റേറ്റ് ഓഫ് ട്യൂൺ എന്ന് പറയുന്നത് 150 bhp ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ടോർക്ക് 350 Nm ആണ്. 3 ഡോർ ഥാറിനെ ഡയറക്റ്റ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് കിട്ടുന്ന 130 bhp 300 Nm ആണ്. അത് വെച്ച് ഒബ്വിയസ്ലി ലോവർ സ്പെക് ട്യൂൺ തന്നെ അവർ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ 130 bhp വെച്ച് തന്നെ അവർക്ക് കൊടുക്കായിരുന്നു, കാരണം ലോവർ സ്പെക് ട്യൂൺ ആണല്ലോ. പക്ഷെ അത് ചെയ്തിട്ടില്ല, അതിന് വരെ ഇത്രയും ഹൈ ട്യൂണാണ് കൊടുത്തിരിക്കുന്നത്. ഹയർ സ്പെക് ട്യൂണിലേക്ക് വരികയാണെങ്കിൽ 172 bhp അതുപോലെ 370 Nm ടോർക്കും ആണ് വരുന്നത്. ഓൾമോസ്റ്റ് സ്കോർപ്പിയോ എന്നുമായിട്ട് സിമിലർ ആണെന്ന് പറയും, പക്ഷേ അതിൻ്റെ അകത്ത് 175 PS പവറാണ് കൊടുത്തിരിക്കുന്നത്. ചെറിയ വ്യത്യാസമുണ്ട്, ബട്ട് സ്റ്റിൽ ഈ മഹീന്ദ്രയുടെ ഈ സംഭവമാണ് എനിക്കിഷ്ടം. അവർ ഏത് വണ്ടി എടുത്താലും ഡിഫറൻ്റ് ആയിട്ടുള്ള ട്യൂണിംഗ് ആയിരിക്കും എല്ലാത്തിനും കൊടുക്കുന്നത്. ഒന്നിനും സെയിം ആയിട്ടുള്ള ട്യൂണിംഗ് അവരെങ്ങനെ വെച്ച് കൊടുക്കാറില്ല. സ്കോർപ്പിയോ എന്നെ എടുത്താലും XUV700 എടുത്താലും എല്ലാ വണ്ടികൾക്കും ഡിഫറൻറ്റ് ട്യൂണിംഗ് ആണ്. അതുതന്നെയാണ് ഇപ്പം ഥാറിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ചെറിയ ഡിഫറൻസ് ഉള്ളൂ, ജസ്റ്റ് 3 PS പവറിന് വേണ്ടിയാണ് അവരിങ്ങനെ ട്യൂൺ മാറ്റിയിരിക്കുന്നത്. ടോർക്കും ചെറിയ ഡിഫറൻസ് ഉണ്ട്. പിന്നെ നമുക്ക് പെട്രോളിലേക്ക് വരികയാണെങ്കിൽ അതിൻ്റെ അകത്ത് ആകെ ഒരൊറ്റ എഞ്ചിനേ ഉള്ളൂ. നമുക്കറിയാം 160 PS ആണ് അതിൻ്റെ ബേസ് ട്യൂണായിട്ട് പറയുന്നത്. 330 Nm ടോർക്കുണ്ട്. പക്ഷേ ഹയർ സ്പെക് ട്യൂൺ 175 PS പവറും 380 Nm ആണ്. ഇത് നമുക്ക് വേറൊരു വാഹനത്തിനും കിട്ടാത്ത ട്യൂണാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സ്ക്ലൂസീവ് ട്യൂൺ ഥാർ റോക്സിന് വേണ്ടി മാത്രമായിട്ട് കൊടുത്തു. സ്കോർപ്പിയോ എന്നിൽ നമുക്ക് പക്ഷേ 200 PS 380 Nm ടോർക്കൊക്കെ ഉള്ളൊരു ട്യൂൺ ഉണ്ടായിരുന്നു. അത് അവർ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടില്ല. പക്ഷേ പവർ 175 PS ഉള്ളെങ്കിലും ടോർക്ക് ഇതിൻ്റെ അകത്ത് 380 Nm വരുന്നുണ്ട്. അത് സ്കോർപ്പിയോൻ്റെ 200 PS പവറുള്ള മോഡലിന് സെയിം ട്യൂൺ തന്നെയാണ്. അങ്ങനെ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ മഹീന്ദ്ര മൊത്തമായിട്ട് അവരുടെ എഞ്ചിൻ്റെ ട്യൂണിംഗ് ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. ഒന്നും സെയിം ട്യൂണിൽ കൊടുത്തിട്ടില്ല. നേരത്തെ കുറേ റൂമേഴ്സ് ഉണ്ടായിരുന്നു ചിലപ്പം ഥാർ 3 ഡോറിന് സെയിം ട്യൂണിൽ വരുമായിരിക്കും എന്നൊക്കെ. പക്ഷേ ഒബ്വിയസ്ലി ഈ വണ്ടി കുറച്ച് വലുതാണ്, അതുപോലെ തന്നെ വെയിറ്റ് കൂടും. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഓഫ് റോഡിങ് കേപ്പബിലിറ്റിയെ ബാധിക്കാൻ പാടില്ലല്ലോ. പിന്നെ മഹീന്ദ്ര പൊതുവേ ഒരു ബ്രാൻഡായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് എപ്പോഴും അവർ ചെയ്യുന്നൊരു കാര്യമാണ് വണ്ടികൾക്ക് ഇഷ്ടം പോലെ പവർ കൊടുക്കുക. മഹീന്ദ്ര അങ്ങനെ മൈലേജ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നൊരു ബ്രാൻഡൊന്നും അല്ല. അവരുടെ 2.2 ഡീസൽ എഞ്ചിൻ വരുന്ന XUV-ലൊക്കെ നമുക്ക് അത്യാവശ്യം മൈലേജ് കിട്ടും. പക്ഷെ എന്നാൽ പോലും നമ്മളിപ്പോൾ പൊതുവെ നോക്കുകയാണെങ്കിൽ എല്ലാ വണ്ടികളിലും ഇഷ്ടം പോലെ പവർ ഉണ്ടാവും. അത് ഏത് കാലത്ത് എടുക്കുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ് മഹീന്ദ്ര ചെയ്തിട്ടുള്ളത്. ഈ 2 ലിറ്റർ M-Stallion എഞ്ചിൻ കൊണ്ടുവന്നപ്പം അതും അതുപോലെ തന്നെയായി. ഇഷ്ടംപോലെ പവറാണ് ഒരു വണ്ടികളിൽ വാരിക്കോരി കൊടുത്തത്. പിന്നെ ഇപ്പോൾ ഥാർ റോക്സിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അവരതിൻ്റെ അകത്ത് പവർ മാത്രമല്ല ഫീച്ചേഴ്സും ഇഷ്ടം പോലെ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇതിൻ്റെ മുമ്പ് ഒരു ടീസേഴ്സിൽ തന്നെ കണ്ടതാണ്. നമുക്ക് ഇതിൻ്റെ അകത്ത് ഹാർമൻ കാർഡിൻ്റെ സ്പീക്കേഴ്സ് കിട്ടുന്നുണ്ട്, പാനോറാമിക് സൺറൂഫ് അവൈലബിൾ ആണ്, LED പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് വരുന്നുണ്ട്, 10.25 ഇഞ്ച് ഇൻഫോടൈം സിസ്റ്റം, 10.25 ഇഞ്ച് ടച്ച് സ്ക്രീൻ, ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ അതൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഓട്ടോ AC അവൈലബിൾ ആണ്. പിന്നെ കണക്റ്റഡ് കാർ ടെക്കിൻ്റെ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഈവൻ സോഫ്റ്റ് ടച്ച് ലെതർ ഡാഷ്ബോർഡ് വരെ ഇതിനകത്ത് കിട്ടുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇതൊക്കെ ഒരു ഓഫ് റോഡ് വണ്ടിയിൽ അവർ കൊടുക്കുന്ന സംഭവങ്ങളാണ്. ആകപ്പാട് ചെറിയൊരു നെഗറ്റീവ് എനിക്ക് തോന്നിയത് ഇതിനകത്ത് അവർ വൈറ്റ് ഇൻറ്റീരിയർ കളർ തീം പിടിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് സീറ്റ്സൊക്കെ ചിലപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, പ്രത്യേകിച്ച് നിങ്ങൾ ഓഫ് റോഡ് പോകുന്ന ഒരാളാണെങ്കിൽ. അല്ലെ കുഴപ്പമില്ല. പിന്നെ ഥാർ എടുക്കുന്ന പൊതുവെ ആൾക്കാരും 90% ഓഫ് റോഡ് പോകാത്തതുകൊണ്ട് നമുക്ക് അങ്ങനെ വലിയ പ്രശ്നം പറയാനില്ല. ഈ വണ്ടി കൂടുതലും അവർ അർബൻ യൂസ് തന്നെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ഥാറിൻ്റെ ഒരു ലുക്കും റോഡ് പ്രസൻസും ഒക്കെയുള്ള, പക്ഷേ എന്നാൽ 5 പേർക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ ഇരുന്ന് പോകാൻ പറ്റുന്ന ഒരു 5 ഡോർ വണ്ടി എന്നുള്ള രീതിയിലാണ് അവർ ഇറക്കുന്നത്. ആ ഒരു ആസ്പെക്റ്റിൽ നോക്കുകയാണെങ്കിൽ ഈ വണ്ടി വലിയ കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഓഗസ്റ്റ് 15 ഇറങ്ങുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ പ്രൈസും അറിയാൻ പറ്റും. മഹീന്ദ്ര ആയതുകൊണ്ട് ഇനീഷ്യലിയുള്ള ലോഞ്ച് പ്രൈസും അവർ അത്യാവശ്യം നന്നായിട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഒരു 12 to 13 lakhs ഇടയിൽ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരാനാണ് ചാൻസ്. എന്തായാലും അത് മിക്കവാറും റിയർ വീൽ ഡ്രൈവ് 1.5 ഡീസൽ എഞ്ചിൻ വെച്ച് വരുന്ന മോഡൽസിൻ്റെ ആയിരിക്കും. ടോപ്പ് എൻഡിൻ്റെ പ്രൈസൊക്കെ ഒബ്വിയസ്ലി 20 മുകളിൽ പോകാനും ചാൻസ് ഉണ്ട്. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്ന ഥാറിൻ്റെ ലീക്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.